മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണും. ഉച്ചയ്ക്ക് 12 മണിക്ക് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കാണുക. സിനിമാ മേഖലയിലെ വിവാദങ്ങളെ തുടർന്ന് അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. അഖിൽ ഷാൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഖിൽ, ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമാണ്. മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുതിർന്ന 2 താരങ്ങൾ, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പ്രതികരണം, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാകട്ടെ, അതിനുശേഷം അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട ശേഷം പോലും ഒരു മാധ്യമങ്ങളെ കാണാനോ ചോദ്യങ്ങളെ നേരിടാനോ മോഹൻലാൽ തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിൽ ഇന്നിങ്ങനെ ഒരു ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലെത്തുമെന്ന് അറിയിക്കുന്നുണ്ടോ മോഹൻലാൽ? ഗോകുൽ, നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ അതിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങൾ, അമ്മയുടെ ഭാരവാഹികളടക്കമുള്ളവർക്ക് നേരിടേണ്ടി വരുന്ന ലൈംഗിക ആരോപണം, ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയുള്ള മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം ഇന്നുണ്ടാകും എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ മലയാള സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികൾക്കിടയിൽ തന്നെ വളരെ ശക്തമായ ഒരു സ്വരമാണ് മോഹൻലാലിൻ്റെത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മോഹൻലാൽ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലാകും മോഹൻലാലിന്റെ നിലപാട് എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. അതായത് അമ്മയുടെ പ്രസിഡന്റായിരുന്ന ഒരാൾ എന്തുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളോട് അമ്മയുടേതായ ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു വലിയ നടൻ അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയ ഒരു നടൻ എന്ന നിലയിൽ, ശക്തനായ ഒരു നടൻ എന്ന നിലയിൽ എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള വലിയ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള വളരെ വലിയൊരു ആകാംക്ഷയും അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യവും വളരെ ഏറെയാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഹയാത്തിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടൽ ഹയാത്തിലാണ് ഈ വാർത്താ സമ്മേളനം. IPL മാതൃകയിലുള്ള കേരള ക്രിക്കറ്റ് ലീഗ് അതിന്റെ ലോഞ്ചിന് ശേഷമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. എന്തായാലും അതിനുശേഷം വിശദമായൊരു നിലപാട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടുണ്ടാകും. ഒപ്പം ഈ അമ്മയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളുടെ അടക്കം നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണം ഈ റിപ്പോർട്ടിന് പുറമെ വന്നു. അതിന് പിന്നാലെ സിദ്ദീഖിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി, രഞ്ജിത്തിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിലൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വവും മോഹൻലാലിനുണ്ട് എന്നുള്ള വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്മ പോലുള്ള ഈ താരസംഘടനയുടെ ഭാരവാഹിയായിരുന്ന ഒരാൾ അതിൽ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്, അടിയന്തരമായി അതിൽ പ്രതികരിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ ഇന്ന് പ്രതികരിക്കുമെന്നുള്ള വാർത്ത വരുന്നത്. എന്തായാലും നിർണായകമായൊരു വാർത്താ സമ്മേളനമായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞുണ്ടാവുക. ഗോകുൽ, ശരി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒപ്പം അതിനുശേഷം വന്ന തുടർ വെളിപ്പെടുത്തലുകളിൽ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടതിൽ സഹതാരങ്ങളടക്കം വലിയ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും മോഹൻലാലിന്റെ പ്രതികരണം? അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിലും ആ തീരുമാനത്തിൻ്റെതടക്കം സാങ്കത്യം എന്ന് അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഖിൽ ഷാൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്.